രണ്ടാം ലോക മഹായുദ്ധം പത്രത്താളുകളിൽ എങ്ങനെയായിരിക്കും വാർത്തയായി വന്നിട്ടുണ്ടാവുക? ടൈറ്റാനിക് ദുരന്തം എങ്ങനെയാകും ജനം വായിച്ചറിഞ്ഞത്? ഇതിനെല്ലാം ഉത്തരം നൽകാനാവുന്ന ഒരു വലിയ ശേഖരത്തിന് ഉടമയായ ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഒരു നൂറ്റാണ്ടിനപ്പുറം ഗാന്ധി നയിച്ച സത്യഗ്രഹം, 1912 ടൈറ്റാനിക് അപകടം, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ആറ്റം ബോംബ് പ്രയോഗം, നിണം വീണതും അല്ലാത്തതുമായ മഹാസംഭവങ്ങളുടെ വിവരണങ്ങളുമായി പുറത്തിറങ്ങിയ പത്രങ്ങൾ അപ്പാടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ജോർജ് കുട്ടി. കപ്പൽ അപകട വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം 1 ലക്ഷം രൂപയ്ക്കാണ് ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹം സ്വന്തമാക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച വിവരങ്ങളടങ്ങിയ പത്രത്താൾ സ്വന്തമാക്കാൻ 40,000 രൂപയും ചെലവിട്ടു. പണമല്ല, വാർത്തയുടെ ചരിത്ര സത്യങ്ങളുടെ മൂല്യമാണ് മതിപ്പായി കാണുന്നതെന്ന് വടശ്ശേരിക്കര സ്വദേശി ജോർജ് കുട്ടി പറയും. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ നാളെ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നുള്ള ഒരു ഇത്. പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹെഡിങ്, വാർത്തകളുടെ ആ തലക്കെട്ടുകളാണ് നമ്മളെ ആകർഷിച്ചത്. ഇങ്ങനെ പത്രം സൂക്ഷിക്കണം, നാളെ അത് ചരിത്രമായി മാറും, നാളെ അതിനൊരു മൂല്യം ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് സത്യം. ഗാന്ധിജിയുടെ ചിത്രമടക്കം സത്യഗ്രഹ വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണ് ശേഖരത്തിലുള്ളത്. ദി സ്റ്റേറ്റ്സ്മാൻ, യങ് ഇന്ത്യ, മദ്രാസ് പത്രിക, പ്രബുദ്ധ ഭാരതം, ഭാരതി എന്നിങ്ങനെ ഭാഷയുടെ അതിർത്തികൾ കടന്നുള്ള പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും ശേഖരത്തിലുണ്ട്. OLXൽ വന്ന പരസ്യങ്ങൾ വഴിയും നിരവധി പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമാക്കി. വാങ്ങുക മാത്രമല്ല, ഒന്നിലധികം പകർപ്പുള്ള പ്രസിദ്ധീകരണങ്ങൾ വിൽക്കാറുമുണ്ട്. ആക്രിക്കടയിൽ എത്തിയതും കിലോയ്ക്ക് 10 രൂപയ്ക്ക് വാങ്ങിയതുമായ പഴയ പത്രങ്ങൾ 3000 രൂപയ്ക്ക് സ്വന്തമാക്കിയ സംഭവങ്ങളും ജീവിതത്തിലുണ്ട്. പത്രങ്ങളൊക്കെ എടുക്കുന്ന ആക്രിക്കടകളിലോട് പറയും, പഴയ പത്രം വരുവാന്നേ സൂക്ഷിച്ച് എടുത്ത് വെച്ചേക്കണം, ഞങ്ങൾ വില തരാമെന്ന് പറയും. അങ്ങനെ ഒരു കടയിൽ നിന്ന് കിലോയ്ക്ക് 3000-ന് വാങ്ങിച്ചു. നമ്മൾ കൊടുക്കുന്നത് 10,000 രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അവിടുന്ന് കിലോ 3000 രൂപയ്ക്കാണ് 1 കിലോ പത്രം വാങ്ങിച്ചത്. മഹാപ്രളയം, കോവിഡ് കാല അനുഭവങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇവ കാലാന്തരത്തിൽ അമൂല്യങ്ങളായി മാറുമെന്ന ഉറപ്പിലാണ് കരുതൽ ശേഖരം. പഠിതാക്കൾക്കും ഗവേഷകരടക്കം ഭാവി തലമുറയെ കൂടി മുന്നിൽ കണ്ടാണ് നീക്കം. നാണയം, നോട്ടുകൾ, സ്റ്റാമ്പ്, ഓട്ടുരുളി, ക്യാമറകൾ, ടൈപ്പ്റൈറ്ററുകൾ, ടേപ്പ് റെക്കോർഡറുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.